ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള നിങ്ങളെ സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ, ഈ ഒരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ചിന്തിക്കുക. പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇപ്പൊ നിങ്ങൾ ആരെ മനസ്സിൽ വിചാരിച്ചിട്ടാണോ ഈ ഒരു റീഡിങ് കാണുന്നത്, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വളരെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളായിരിക്കും. അതായത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ബന്ധം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ലെവല് മറ്റൊരു രീതിയിലേക്ക് മാറും എന്ന് ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു ബന്ധമായിരിക്കാം ഇത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി ഒരുപാട് ഹാപ്പി ആയിട്ട് ഇരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒരു വിക്ടറി പോലെയാണ് അവർ ആഘോഷിച്ചിട്ടുള്ളത്. അപ്പൊ ചിലപ്പോൾ അവർ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടാകാം, വളരെ പ്രൗഡായിട്ട് തന്നെ ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ അവർക്ക് കിട്ടി എന്ന രീതിയിലൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അത്രത്തോളം ഒരു പ്രീഷ്യസ് ആയിട്ടാവാം അവർ കണ്ടിട്ടുണ്ടാവാം. അപ്പൊ ഈ ഒരു നിങ്ങളെയും അതുപോലെ നിങ്ങളുടെ ഈ ഒരു പേഴ്സണെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാം കൊണ്ടും ഒരു പടി ഉയർന്നു നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളോടൊരു പ്രത്യേകതരം ഒരു പ്രണയം അല്ലെങ്കിൽ ലവ്, കെയർ, അട്രാക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടെങ്കിലും അതിലുപരിയായിട്ട് ഒരു റെസ്പെക്റ്റ് ആണ് നിങ്ങളോട് ഇവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ ഉണ്ട് എന്ന് പറഞ്ഞു നടക്കാനായിട്ട് അവർ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ള എനർജിയാണ് നമുക്ക് വരുന്നത്. ഒരു പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ പുറത്ത് പറയാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പറയാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു പേഴ്സൺ ഈ നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം മറ്റുള്ളവരോട് പറയാനും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ വാല്യൂ നിങ്ങളെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാനാണ് വഴിയുള്ള. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകില്ല എന്ന് കരുതിയിരുന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ തുടരാനായിട്ട് സാധിക്കുമെന്നാണ് നിങ്ങളും കരുതിയിട്ടുണ്ടാവുക. ഈ ഒരു സ്നേഹത്തോടും ഈ ഒരു സന്തോഷത്തോടും കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം എന്ന് നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി ഇതായിട്ട് ഇത്രയും എന്നെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി എന്ത് റീസൺ വന്നാലും എന്നെ ഉപേക്ഷിച്ച് പോകില്ല എന്ന് നിങ്ങൾക്കൊരു ഫീലിങ്സ് മനസ്സിലുണ്ടാകാം. അപ്പോൾ ഇത്രയും വാല്യുബിൾ ആയിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് നിന്നിരുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഇടയിൽ വന്ന് പെട്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങളെ തന്നെ രണ്ടായി അകറ്റി മാറ്റിക്കൊണ്ട് പോകുന്ന തരത്തിൽ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഇടപെടലുകൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരിക്കലും പിരിയില്ല എന്നൊക്കെ വിചാരിച്ച് വളരെ റെസ്പെക്റ്റോടു കൂടി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. പെട്ടെന്നാണ് അതൊരു തകിടം മറിഞ്ഞു പോയത്. അത് നിങ്ങളുടെ മുഖത്ത് കിട്ടിയ ഒരു അടി പോലെയാണ്. കാരണം ഈ ഒരു റിലേഷൻ തകരുമെന്ന് നിങ്ങൾ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് അങ്ങനെ തകർന്നു പോയ ഒരു റിലേഷൻഷിപ്പ് ഒരു ബാക്കി പത്രം എന്ന നിലയിലാണ് ഈ ഒരു റീഡിങ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഒരു നെക്സ്റ്റ് കാർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഏസ് ഓഫ് കപ്സ് ആണ് നമുക്ക് പിന്നെ വന്നിരിക്കുന്നത്. അപ്പൊ ഒത്തിരി സ്നേഹം ഉണ്ടായിരുന്നതും ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ. നിങ്ങളോട് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പോഴും ആ ഒരു സ്നേഹമുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാളും അപ്പുറം നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് സ്ഥാനം ഉണ്ടായിരുന്നു. അത് നിങ്ങളെ വളരെയധികം പ്രീഷ്യസ് ആയിട്ട് തന്നെയാണ് അവരെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലായത്. ആ ഒരു അങ്ങനെ വളരെ പ്രീഷ്യസ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു സ്നേഹം ഉപേക്ഷിച്ച് വേണ്ടാന്ന് വെച്ച് അവർ പോയിരിക്കുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് വരുന്ന 8 ഓഫ് കപ്സിന്റെ എനർജി നോക്കുമ്പോൾ അതാണ് നമുക്ക് ആ ഉപേക്ഷിച്ച് അവർ പോയതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സ്നേഹം ഒന്നും വേണ്ട, ആ കപ്സ് ഉപേക്ഷിച്ച് ആ ഒരു വ്യക്തി തിരിഞ്ഞ് നടന്നു പോവുകയാണ്. അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് വളരെ വേദനയോടെ അവർ സ്നേഹിക്കുന്നതെല്ലാം ഉപേക്ഷിച്ച് അവർ വളരെ വേദനയോടെ തിരിഞ്ഞു പോകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ചു പേർക്ക് അതൊരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, നിർബന്ധിതമായ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു നിങ്ങളുടെ ഇടയിൽ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ വേർപെട്ടു പോയത്. കുറച്ചു പേർക്ക്
അവരുടേതായ തെറ്റുകളും പാകപ്പിഴകളും ഒക്കെ ആകാം ഈ ഒരു സെപ്പറേഷന് കാരണമായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും അവര് വളരെ ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു കർമ്മദോഷമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് ഒക്കെ ആകാം, ഈ ഒരു വ്യക്തി അതിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ നിരാശയോടെ ആയിരിക്കാം അവർ പോയിട്ടുണ്ട്, വളരെ വിഷമത്തോടെ ആയിരിക്കാം അവർ പോയിട്ടുള്ളത്. അപ്പൊ രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്. നമ്മൾ ഓരോ ചിലതിൽ റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ ഒരു സൈഡ് നിൽക്കുന്ന ആൾക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. ഒരു സൈഡിൽ നിൽക്കുന്ന ആള് വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇട്ട് നിൽക്കുമ്പോൾ മറ്റേ ആൾ ഇട്ടിട്ട് പോകുന്ന ആ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പുകളാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളതെങ്കിലും ഈ ഒരു റീഡിങ്ങിൽ സ്പ്രെഡിൽ വരുന്ന നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വളരെയധികം സ്നേഹത്തിലാണ്. ഇപ്പോഴുമാണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ആഗ്രഹമുണ്ട് ഒരുമിച്ച് നിൽക്കാനായിട്ട്, പക്ഷെ നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു വ്യക്തി ശരിക്കും ഇറങ്ങി പോയിട്ടുള്ളത് മനസ്സില്ലാ മനസ്സോടെയാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പിന് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷന് കാരണമായിട്ടുള്ള ഒരു സാഹചര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് ആയിക്കോട്ടെ, എന്തായാലും അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു അതിൽ നിന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ്സ് ഒക്കെ കട്ട് ചെയ്ത് മാറിപ്പോകുമ്പോൾ അവർ ഒത്തിരി വിഷമത്തോടെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എങ്കിൽ പോലും എന്തുകൊണ്ട് നിർബന്ധിതമായിട്ട് പോയി എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കാം, കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് പോയിട്ടുണ്ടെന്ന്. അല്ലാത്തവർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം, എന്തുകൊണ്ടാണ് അവരെന്നെ നിന്ന് പോയിട്ടുണ്ടാവുക. നിങ്ങൾ ചെറുക്കുന്ന ചിലപ്പോൾ കോടതിയോ അല്ലെങ്കിൽ ചില പോലീസ് സ്റ്റേഷൻ കേസുകൾ, വഴക്കുകൾ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിനെ തുടർന്നായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു എനർജി നമുക്ക് കൊടുത്തിരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതാണ്. ചില നിർബന്ധിതമായ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ കാരണം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുള്ള ആള് തന്നെയാണ് നിങ്ങൾ ഈ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷനിൽ ദുഃഖിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിഷമിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡ് വഴി ഈ റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ് എന്താണെന്നും റിവീൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് നിങ്ങളുടെ റീഡിംഗ് ആണോ എന്നത്. അപ്പോൾ ഇവിടെ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും ഇവർക്ക് ചില തടസ്സങ്ങളുണ്ട്, നിങ്ങളിലേക്ക് വരാനായിട്ട് കുറച്ച് തടസ്സങ്ങൾ ഉള്ളതായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. ഒരുപാട് വേദനയോട് കൂടിയാണെങ്കിലും ഇവർ ശരിക്കും മൗനം പാലിച്ച് സൈലന്റ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ഡിസ്റ്റൻസ് മനഃപൂർവ്വമായിട്ട് ഇട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ അവർക്കൊന്നും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ ഒക്കെ കൊണ്ടാണ് അവർക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കാത്തത്. അതുകൊണ്ടൊക്കെ തന്നെ അവര് നിങ്ങൾക്ക് ചുറ്റും ഒരു വേലി കെട്ടി തടസ്സം സൃഷ്ടിച്ച് മനഃപൂർവ്വമായിട്ട് മാറി നിൽക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൈ അകലത്തിൽ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഈ ഒരു പേഴ്സണെ എങ്ങനെ ഇങ്ങനെ മാറി നിൽക്കാനായിട്ട് സാധിക്കുന്നു, അല്ലാതെ ഞാനില്ലാതെയൊക്കെ ജീവിക്കാനായിട്ട് ഇവർക്ക് എങ്ങനെയാണ് കഴിഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ എങ്ങനെ ഇങ്ങനെ മാറി നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടാവുന്നു എന്നുള്ള ഒരു തോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ വരുന്നുണ്ടാകാം, നിങ്ങളിലൂടെ ഇങ്ങനെ വന്ന് കിടന്നു പോകുന്നുണ്ടാകാം. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു കാരണം നിങ്ങൾക്കറിയാമായിരിക്കാം, ഈ ഒരു മാറി നിൽക്കുന്നതിനുള്ള കാരണം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിർബന്ധിതമായിട്ട് മാറി നിൽക്കേണ്ടി വരുന്നത് കുറച്ച് ആളുകൾക്കൊക്കെ അറിയാമായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റീഡിങ് കാണുന്ന മുഴുവൻ ആളുകൾക്കും ചിലപ്പോൾ അവരെന്ത് കാരണം കൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അവർക്കറിയാമായിരിക്കും. എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാനായിട്ട് ആവുന്നില്ല. അത്രത്തോളം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് പോരുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. എങ്കിലും അവർക്ക് ഒന്ന് വന്നുകൂടെ, എന്തൊരു ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ എന്തൊരു സ്ത്രീയാണിത്, ഇത്രയും ഒരു സ്നേഹത്തോടെ ഞാൻ നിന്നിട്ട്, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒന്ന് സംസാരിച്ചിട്ടെങ്കിലും പോയിക്കൂടെ എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവാം. ഈ ഒരു റീഡിങ്ങുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നവർ എപ്പോഴും തന്നെ അത് ചിന്തിക്കുന്നുണ്ടാകാം എന്നുള്ള എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ മനസ്സിലൂടെ അല്ലെങ്കിൽ ഇത് കടന്നു പോകുന്നത്, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പറയുന്നുണ്ടാകാം. ഇത്ര വളരെ വിഷമിക്കത്തോടുകൂടി നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാമെങ്കിൽ കൂടിയും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്, വളരെ വിഷമത്തോടെ. അപ്പൊ നിങ്ങളുടെ മനസ്സിലൂടെ ഈ ഒരു തോട്ട്സ് ഒക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു കറണ്ട് എനർജി പറയുവാണെങ്കിൽ ഒരുപാട് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്.
എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതൊരു സിറ്റുവേഷനിലാണോ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത്, ആ ഒരു സിറ്റുവേഷനിൽ ഇവരൊട്ടും തന്നെ ഹാപ്പി അല്ല എന്നാണ് കാണുന്നത്. ഹാപ്പി ആണ് എന്ന് വളരെ നല്ല രീതിയിൽ അവർ പുറമെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ മനസ്സുകൊണ്ട് ഒട്ടും തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പം പിന്നെ നമുക്ക് വരുന്നത് 4 of Cupsന്റെ ഒരു എനർജി. ഒട്ടും താല്പര്യമില്ലാത്തൊരു സ്ഥലമാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു 4 of Cupsന്റെ എനർജി വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വളരെ സ്നേഹത്തോടെ ആളുകൾ ചുറ്റുമൊക്കെ ഉണ്ട്, സ്നേഹം നൽകുന്നുണ്ട്, എങ്കിൽ കൂടിയും അവർക്ക് അവിടെ തുടരാനായിട്ട് യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ല. അതുപോലെ തന്നെ പല സമയത്തും അവർ ഇമോഷണലി വളരെയധികം വേദന അനുഭവിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം വന്നിരിക്കുന്ന 3 of Swordsന്റെ എനർജിയാണ്. ഇവിടെ 3 of Swords എന്ന് പറയുമ്പോൾ തന്നെ ഹൃദയം നുറുങ്ങുന്ന വേദന ഉണ്ടാകുന്നു എന്നുള്ള രീതിയിലുള്ള എനർജീസ് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പം ഈ ഒരു വ്യക്തികള് അല്ലെങ്കിൽ സാഹചര്യം ഒക്കെയാണ് ഈ ഒരു പേഴ്സണെ ഈ നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒട്ടും തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതാണ് അവരെ കൂടുതൽ ഒരു കമ്മിറ്റ്മെന്റ്സിനേക്കാളും കൂടുതലായിട്ട് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നതാണ് അവരെ ഒത്തിരി വിഷമിപ്പിക്കുന്നത്. ചിലർക്കൊരു ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് മെസ്സേജ് ഇട്ടാൽ പോലും അവരത് സീൻ ചെയ്യുന്നുണ്ടായിരിക്കാം, അവരത് കാണുന്നുണ്ടായിരിക്കാം, പക്ഷെ റിപ്ലൈ തരാനായിട്ട് അവർക്ക് പറ്റുന്നില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അവരുള്ളത്. അപ്പൊ അത് അവർക്ക് വളരെയധികം വേദന കൊടുക്കുന്നുണ്ട്. അപ്പൊ അറിഞ്ഞുകൊണ്ട് മൗനമായിട്ട് അവരിയ്ക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ്. അറിഞ്ഞുകൊണ്ട് മാറി നിൽക്കുക, ഇതെല്ലാം അവർക്കറിയാം എത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ നിങ്ങളെ അത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പേഴ്സൺ അതൊക്കെ അറിയാം, പക്ഷെ നിങ്ങളോടൊപ്പം തന്നെ അവരും മാനസികമായിട്ട് വളരെയധികം വേദനിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സൊസൈറ്റിയുടെ കണ്ണിൽ ഈ ഒരു പേഴ്സൺ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു മാന്യ വ്യക്തി എന്ന രീതിയിൽ ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് ഇവർക്ക് നന്നായിട്ട് കഴിയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നുണ്ട് ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. കാരണം അങ്ങനെ ഒരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ ഒത്തിരി വേദന ഉണ്ടെങ്കിലും അത് മറ്റാരും കാണാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റാരും മനസ്സിലാക്കാതിരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവര് ഒരു മുഖം മൂടി അണിഞ്ഞു നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലുള്ളൊരു ഔട്ട്ഫിറ്റ് ആണ് അവർ പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒക്കെ തന്നെ അവരൊരു ഹാപ്പി അല്ല, ഒട്ടും തന്നെ ഹാപ്പി അല്ലാത്ത രീതിയിലാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പുറത്തേക്ക് ഇവർ ഈ ഒരു രീതിയിലുള്ള ഔട്ട്ഫിറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന അവർ വളരെ ഹാപ്പിയാണ്, അവർക്ക് ഞാനില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു, ഞാൻ മാത്രമേ ഇവിടെ ഇങ്ങനെ ഒരു വിഷമിച്ച് അവരെ ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിയുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെയധികം ടെൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അത്തരം ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവരോട് വളരെയധികം ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അമർഷമൊക്കെ തോന്നുന്നുണ്ടാകും. കാരണം നിങ്ങൾ നോക്കുമ്പോൾ ഇത്രയും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് പോയ അവർ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളില്ലാതെ എങ്ങനെ ഈ ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് കഴിയുന്നു, അല്ലെങ്കിൽ നിങ്ങളെ പാടെ മറന്നു പോയിട്ടുണ്ടാകുമോ എന്നൊരു തോട്ട്സ് ഒക്കെ അപ്പൊ നിങ്ങൾക്കുണ്ടാകാം. അപ്പൊ കറന്റ് ഇങ്ങനെയാണ് പോകുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ കറന്റ് ഇങ്ങനെ തന്നെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതിന്റെ പുറകെ ചേസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണെങ്കിലും ഫ്യൂച്ചറിൽ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ലൈഫിൽ വലിയൊരു തകർച്ച ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ അത് ഡെത്ത് കാർഡ് ആയതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു തകർച്ചയായിരിക്കും എന്നാണ് കാണുന്നത്. നമ്മളിവിടെ ഒരു ടവർ കാർഡ് ഒന്നെങ്കിലും ഇവിടെ ഡെത്ത് കാർഡ് ഒക്കെ ഒരു ന്യൂ ബിഗിനിങ് തന്നെ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കും, അവർക്കത് വളരെയധികം ഒരു തകർച്ചയായിരിക്കും അവരുടെ ലൈഫിൽ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഒരു ഇനി വരാനായിട്ട് പോകുന്നത് വളരെയധികം വിഷമം പിടിച്ച ഒരു കാലഘട്ടം തന്നെയാണ് അവരുടെ ലൈഫിൽ. അവരെ മാനസികമായി വിഷമിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കുന്ന ചില സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായേക്കാം എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചിലവർക്ക് അത് താങ്ങാൻ പറ്റണമെന്നില്ല. കാരണം ഇതൊരു നമുക്ക് ഗ്രാജുവലി പതിയെ നമ്മളിലേക്ക് വരുന്ന ഒരു വിഷമോ സങ്കടമോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് നമുക്കത് ഓക്കെ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്താൻ സാധിക്കും. പക്ഷെ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ ചാടിക്കേറി വരുന്ന ഒരു പ്രശ്നമാകുമ്പോൾ അത് നമ്മളെ വളരെയധികം തകർത്ത് കളയും. അതായത് ഇവര് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു സിറ്റുവേഷൻ തകരാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അവരുടെ ലൈഫിൽ നെക്സ്റ്റ് ഉണ്ടാകാനായിട്ട് പോകുന്ന ആ ഒരു തകർച്ച അവരെ വളരെ തകർക്കും എന്നാണ് കാണുന്നത്. വളരെ വിഷമത്തിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളിലേക്ക് വരാതെ അവരെ മാറ്റി നിർത്തിയിരിക്കുന്ന കുറെ കാര്യങ്ങൾ സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മാറിപ്പോകും.
അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു തകർച്ചയോടുകൂടി ഇനി ഒന്നും നോക്കാനില്ല, വരുന്നവരത്ത് വെച്ച് കാണാം എന്ന രീതിയിലേക്ക് അവരുടെ മൈൻഡ് സെറ്റ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ഈ ഒരു വളരെ ശക്തമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ധൈര്യം കാണിക്കും എന്നാണ് കാണുന്നത്. അത് ലാസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സിന്റെ ഒരു എനർജി, അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അവരുടെ ആ ഒരു തിരിച്ചുവരവ് അത്രത്തോളം ഒരു റൊമാൻറ്റിക് ആയിട്ട്, ഇത്രയും കാലം പിടിച്ചു വെച്ചിരുന്ന ഒരു സ്നേഹമെല്ലാം കൈകളിലേന്തി അത് നിങ്ങളിലേക്ക് തിരിച്ചു തരാനായിട്ട്, നിങ്ങളിലേക്ക് ഒഴുക്കാനായിട്ട് അവർ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഒരു ഇതുവരെ അവർ നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ പോലും അത് എക്സ്പ്രസ് ചെയ്യാതെ, അല്ലെങ്കിൽ നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹം ഉണ്ടെങ്കിലും അത് കാണിക്കാതിരുന്നു. അപ്പോൾ അത് ആ പിടിച്ചു വച്ചിരുന്ന സ്നേഹം എല്ലാം വളരെ ശക്തമായിട്ട് നിങ്ങളിലേക്ക് തരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിപ്പോൾ ഒരു റൊമാൻറ്റിക് സോങ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും ആ ഒരു സെയിം ഫീലിങ്സ് ആണ്. നല്ല പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് അവർക്കും ആ ഒരു ഫീലിംഗിലേക്കൊക്കെ അവർ പോകുന്ന ഒരു വിഷമത്തിലേക്കും അതുപോലെ മിസ് ഫീലിംഗ് ഒക്കെ അവർക്ക് ഒത്തിരി അധികം തോന്നുന്നതായിട്ട് നമുക്ക് എനർജീസ് കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവർ ഈ തിരിച്ചു വരുന്ന സമയത്ത്, അവർ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇടയ്ക്ക് നിങ്ങളോട് പറയാനായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ അത് പറയാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ, അവർക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും പറയാൻ കൂടിയാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർത്ത് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. നിങ്ങളില്ലാത്തതിൽ അവർ ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ മാനസികമായിട്ട് ഒരു ഡള്ളായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുക്കാം. ഫസ്റ്റ് ക്ലൂ നമുക്ക് വിത്തിൻ 72 hours എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. സപ്പോർട്ടീവ്, 1987, ഓഗസ്റ്റ് മന്ത്, ചെസ്, 1984, ചാരിറ്റി, 2 days, October month, yes possible, you can trust, 2 weeks, ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 2 months, സെപ്റ്റംബർ മന്ത്, ക്രൈസ് ഓൺ വെഹിക്കിൾസ്, ബ്രൗൺ കളർ, നമ്പർ 53, 6 days, 1992, singing, 1991, painting, today, gaming, tea lover, Wayanad district, medical field, rainbow signs, number 48, ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ. 1998, സെൻസിറ്റീവ്, നമ്പർ 23, ഡിസംബർ മന്ത്, എറണാകുളം ജില്ല, തിരുവനന്തപുരം ജില്ല, സെൻസ് ഓഫ് ഹ്യൂമർ, ലോങ് ഡിസ്റ്റൻസ്, മോൾ ഓൺ റൈറ്റ് ചീക്സ്, ലെറ്റർ T, number 8, tattoo on hand, number 45, yoga, number 29, artist, November month, May month, number 23, lovable, tomorrow, photography, red color, 1996, July month, reading, rose color, letter P, 1982, 2 months. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.